നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. അപമാനത്തിന്റെ അനന്തരം. കുട്ടിമാക്കൂൽ സംഭവത്തിൽ ജാമ്യം ലഭിച്ച് വീട്ടിലെത്തിയ ദളിത് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി റിപ്പോർട്ട്. CPM നേതാവിനെ ആക്രമിച്ചെന്ന പരാതിയിൽ ജയിലിലടയ്ക്കപ്പെട്ട സഹോദരിമാരിൽ അഞ്ജനയെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടെ. അവശനിലയിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ള അഞ്ജന അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ. ജയിലിലടയ്ക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് അഞ്ജന കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് വീട്ടുകാർ. ദളിത് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് CPMന്റെ അപവാദ പ്രചരണം കാരണമെന്ന് ആരോപണം. CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിലെത്തി പാർട്ടി പ്രവർത്തകനെ മർദ്ദിച്ചെന്ന കേസിൽ റിമാൻഡിലായത് കോൺഗ്രസ് നേതാവ് N രാജന്റെ മക്കളായ അഖിലയും അനുജത്തി അഞ്ജനയും. 1.5 വയസ്സുള്ള കുഞ്ഞിനൊപ്പം അഖിലയെയും സഹോദരിയെയും ജയിലിലടച്ച സംഭവം വൻ വിവാദമായിരുന്നു. ദളിത് യുവതികളുടെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ദേശീയ കമ്മീഷനും ഇടപെട്ട കേസിൽ ഉത്തരമേഖല ADGPയോട് അടിയന്തര റിപ്പോർട്ട് തേടി DGP ലോക്നാഥ് ബെഹ്റ. മുറുക്കം കൂടുന്ന കുരുക്ക്. പ്രതി പിടിയിലായിട്ടും പോലീസിനെ വട്ടം കറക്കി ജിഷ കേസിൽ ദുരൂഹതകൾ തുടരുന്നു. അവ്യക്തത മാറാത്തത് ജിഷയും കൊലയാളിയായ അമിയുൾ ഇസ്ലാമും തമ്മിലുള്ള സൗഹൃദം സംബന്ധിച്ച്. താനും ജിഷയും പ്രണയത്തിലായിരുന്നുവെന്ന് പ്രതി കോടതിയിൽ പറഞ്ഞതായി ദ്വിഭാഷി ലിപ്റ്റനും പച്ചക്കള്ളമെന്ന് ജിഷയുടെ അമ്മ രാജേശ്വരിയും. ജിഷയും പ്രതിയുമായി ഒരു ബന്ധവുമില്ലെന്ന് വീട്ടുകാർ ആവർത്തിക്കുമ്പോഴും ഇരുവരും തമ്മിൽ പലതവണ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതിന്റെ രഹസ്യം തിരഞ്ഞ് പോലീസ്. അതിനിടെ കൊല നടത്തിയത് അമിയുൾ ഒറ്റയ്ക്കാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് അമ്മ രാജേശ്വരിയും അച്ഛൻ പാപ്പുവും. അതേസമയം അമിയുൾ അറസ്റ്റിലാകുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കൊലയ്ക്കുപയോഗിച്ച കത്തിയും അന്ന് ധരിച്ച വസ്ത്രങ്ങളും ലോഡ്ജിൽ നിന്ന് കണ്ടെത്തിയതായി സൂചന. പെരുമ്പാവൂരിലെ ലോഡ്ജിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ചെറിയ കത്തി കൃത്യം നടത്താൻ പ്രതി ഉപയോഗിച്ച ആയുധമല്ലെന്ന് ഫോറൻസിക് വിദഗ്ധർ. പദവിയിൽ പക്ഷാന്തരം. VSന്റെ ക്യാബിനറ്റ് റാങ്കിൽ ചർച്ചയുമായി ഡൽഹിയിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗം. ഇന്നലെ ആരംഭിച്ച CCക്ക് മുന്നോടിയായി ആലങ്കാരിക പദവികളിൽ താൽപര്യമില്ലെന്ന് VS യെച്ചൂരിയെ അറിയിച്ചതായി റിപ്പോർട്ട്. VS ആഗ്രഹിക്കുന്നത് സംഘടനാ പദവികളെന്നും സൂചന. അതേസമയം ബംഗാളിലെ കോൺഗ്രസ് സഖ്യത്തിന് മൗനസമ്മതം നൽകിയതിന്റെ പേരിൽ CCയിൽ യെച്ചൂരിക്ക് കടുത്ത വിമർശനം. ബംഗാൾ ഘടകത്തിനെതിരെ നടപടി വേണമെന്നും ആവശ്യം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ചടക്ക നടപടി വിപരീത ഫലം ചെയ്യുമെന്ന നിലപാടിൽ യെച്ചൂരി. VSന്റെ പദവിയിൽ കൂടുതൽ ചർച്ച വേണമെന്ന പിണറായി വിജയന്റെ പ്രസ്താവന ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാകില്ലെന്നതിന് സൂചന. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് VSന് പുനഃപ്രവേശനം നൽകുന്നത് PB കമ്മീഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ പരിഗണിക്കാനാവൂ എന്ന നിലപാടിൽ സംസ്ഥാന നേതൃത്വം. കുതിപ്പ് തേടുന്ന പാതകൾ. ദേശീയപാതാ വികസനത്തിൽ കേന്ദ്ര നിബന്ധനകളിലെ ഇളവ് നൽകുന്ന പ്രതീക്ഷകളിൽ കേരളം. ഭൂമി ഏറ്റെടുക്കൽ നടപടി 60% പൂർത്തിയായാൽ ടെൻഡർ വിളിക്കാമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുറന്ന മനസ്സോടെ സഹകരിക്കാമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ വികസനത്തിന് 150 കോടി വീതം കേന്ദ്ര സഹായം ലഭിച്ചതായി പിണറായി. കോഴിക്കോട് ക്യാൻസർ ചികിത്സാ കേന്ദ്രം ആരംഭിക്കാൻ 44.5 കോടി. കേരളത്തിൽ എയിംസിന് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ കേന്ദ്ര സംഘം ഉടൻ സന്ദർശനം നടത്തുമെന്ന് ഉറപ്പു ലഭിച്ചതായും പിണറായി വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.